നമസ്കാരം. CPM-നും SFIക്കും എതിരെ നിരന്തര വിമർശനം ഉന്നയിക്കുന്ന CPI സംസ്ഥാന സെക്രട്ടറിക്ക് മറുപടിയുമായിട്ട് മുൻ എംപിയും CPM നേതാവുമായ NN കൃഷ്ണദാസ് രംഗത്ത് വന്നിരിക്കുകയാണ്. ബിനോയ് വിശ്വം AISF നേതാവായിരിക്കുന്ന കാലത്ത് പാലക്കാട് ചിറ്റൂർ കോളേജിൽ നടത്തിയ SFI വിമർശനം ഓർത്തുകൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റിലാണ് കൃഷ്ണദാസിൻ്റെ പ്രതികരണം. കൗമാര യൗവനാരംഭ പ്രായത്തിൽ പ്രസ്ഥാനം ഈ പുതിയ സാഹചര്യത്തിൽ മുന്നോട്ട് പോകുമ്പോൾ തിരുത്തപ്പെടേണ്ട ചില പിശകുകളൊക്കെ സംഭവിച്ചിരിക്കാം. കമ്മ്യൂണിസ്റ്റ് രീതിയിൽ പിശകുകൾ തിരുത്തുന്ന രീതി ബിനോയ് വിശ്വത്തിന് അറിയാത്തതാണോ എന്നും കൃഷ്ണദാസ് ചോദിക്കുന്നുണ്ട്. കൃഷ്ണദാസിൻ്റെ കുറിപ്പിൻ്റെ പൂർണ്ണരൂപ ഇങ്ങനെയാണ്: ഞാൻ ചിറ്റൂർ കോളേജിൽ 1ാം വർഷം ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രൂപീകരിക്കാനുള്ള ശ്രമങ്ങൾ സജീവമായി നടന്നു വരികയായിരുന്നു. ആ സന്ദർഭത്തിൽ AISF എന്ന വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിൽ ഒരു വാഹനജാഥ ഞങ്ങളുടെ കോളേജിലെത്തി. സഖാവ് ബിനോയ് വിശ്വം ആയിരുന്നു നേതൃത്വം നൽകിയിരുന്നത്. അന്ന് അദ്ദേഹം AISF-ൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി ആയിരുന്നു എന്നാണ് ഓർമ്മ. അന്ന് കോളേജിൽ AISF വിരലിലെണ്ണാവുന്ന ഏതാനും പേർ മാത്രമേ ഉള്ളൂ. അത്തരത്തിലുള്ള ഒരു സംഘടനയായിരുന്നു. ഇപ്പോൾ അവിടെ അതുപോലും ഇല്ല. പഴയ കമ്മ്യൂണിസ്റ്റ് നേതാവ് MPയും AITC ജനറൽ സെക്രട്ടറിയും ഒക്കെ ആയിരുന്ന ബാലചന്ദ്ര മേനോൻ്റെ മകൻ രവികുമാർ കോളേജിൽ എൻ്റെ 2 വർഷം സീനിയറും AISF ജില്ലാ സെക്രട്ടറിയോ അതിലേറെ എൻ്റെ സുഹൃത്തുമായിരുന്നു. പിന്നീട് രവികുമാർ പഴയ CPI നേതാക്കളുടെ പലരുടെയും മക്കളുടെ പോലെ സോവിയറ്റ് യൂണിയനിൽ എൻജിനീയറിംഗ് പഠനത്തിന് പോയി. ബോംബെയിലൊരു സ്വകാര്യ സ്ഥാപനത്തിൽ ഉദ്യോഗസ്ഥനായി. ഏതാനും വർഷം മുൻപ് ദുഃഖകരമായ സാഹചര്യത്തിൽ മരണപ്പെട്ടു. ആ ജാഥാ സ്വീകരണത്തിൽ ബിനോയ് വിശ്വം പ്രസംഗിക്കാൻ തുടങ്ങിയതും ആർത്തട്ടഹസിച്ച ഒരു സംഘം KSUക്കാർ പ്രസംഗം തടസ്സപ്പെടുത്തി. വല്ലാത്തൊരു അന്തരീക്ഷമായിരുന്നു. വിരലിലെണ്ണാവുന്ന AISF പ്രവർത്തകർ ഈ KSU അട്ടഹാസത്തിൽ നിസ്സഹായരായി. രവികുമാർ എൻ്റെ സുഹൃത്തായതുകൊണ്ടും AISF എന്തു തന്നെ ആയാലും ഒരു ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനയായി അറിയപ്പെടുന്നതിനാലും ഞങ്ങൾ SFIക്കാർ സംഘമായി മുദ്രാവാക്യം വെളിപ്പെടുത്തി. സംഘമായി മുദ്രാവാക്യം വിളിച്ചെത്തി KSUവിനെ വെല്ലുവിളിച്ചു. തലേദിവസം കോൺഗ്രസ് അക്രമികൾ കോളേജിൽ കയറി ആക്രമിച്ചതിൻ്റെ പരിക്കോടെയായിരുന്നു ഞങ്ങൾ എത്തിയത്. ആ വിരോധവും ഉണ്ടായിരുന്നു. SFIക്കാരോട് എതിർത്ത് നിൽക്കാനുള്ള ശേഷി അവിടെ KSUവിനുണ്ടായിരുന്നില്ല. സഖാവ് ബിനോയ് വിശ്വം പ്രസംഗം തുടർന്നു. KSUവിനെ കണക്കിന് കസർത്തും എന്നായിരുന്നു ഞങ്ങൾ വിചാരിച്ചത്. പക്ഷേ എല്ലാ കേൾവിക്കാരെയും ആശ്ചര്യപ്പെടുത്തിക്കൊണ്ട് SFIയെ അധിക്ഷേപിച്ചും KSUവിനെ സ്നേഹപൂർവ്വം ഉപദേശിച്ചുമായിരുന്നു ആ സന്ദർഭത്തിലും സഖാവ് ബിനോയ് പ്രസംഗിച്ചത്. ഇത് പിന്നീട് SFI യൂണിറ്റ് എക്സിക്യൂട്ടീവ് യോഗത്തിൽ വലിയ ചർച്ചയായി. AISF ജാഥയ്ക്ക് സംരക്ഷണം ഒരുക്കിയത് തെറ്റായി എന്നൊക്കെ പലരും വിമർശനം ഉന്നയിച്ചു. SFI ജില്ലാ പ്രസിഡൻ്റായ MS സക്കറിയ ആ യോഗത്തിൽ സംബന്ധിച്ചിരുന്നു. അദ്ദേഹം ഈ പ്രവൃത്തിയെ, അതായത് AISFനെ ജാഥയെ സംരക്ഷിച്ചതിനെ ന്യായീകരിക്കുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞത് ശക്തമായ ഇടതുപക്ഷ ഐക്യമാണ് രാജ്യത്താകെ വളർന്നു വരേണ്ടത്. അതിൻ്റെ പ്രതിഫലനമായി ക്യാമ്പസുകളിൽ ശക്തമായ ഇടതു വിദ്യാർത്ഥി ഐക്യം ശക്തിപ്പെടണം. അപ്പോൾ ഒരു പ്രവർത്തകൻ സംശയം ഉന്നയിച്ചു: ഈ ഐക്യം നമ്മൾ മാത്രം ഉണ്ടാക്കി എടുക്കേണ്ടതാണോ? അവർക്കും തോന്നേണ്ടേ? അതിനും സഖാവ് സ്കറിയ മറുപടി പറഞ്ഞു: അവരും അങ്ങനെ ചിന്തിക്കേണ്ടി വരും. രൂപപ്പെടുന്ന സാഹചര്യവും അതാണ്. എന്നാൽ കുറേ കാലം കോൺഗ്രസ് കൂട്ടുകെട്ടിലായതിൻ്റെ ആലസ്യം സ്വാഭാവികമാണവർക്ക്. അടിയന്തരാവസ്ഥയിൽ ഈശ്വരവാര്യരുടെ മകൻ രാജനെ പോലീസ് ഉരുട്ടിക്കൊന്ന് കത്തിച്ചു കളഞ്ഞിട്ടും മിണ്ടാനാവാതെ പോയതിൻ്റെ ജാള്യതയൊക്കെ ഉണ്ടാവില്ലേ? അതൊക്കെ മാറും. സാഹചര്യങ്ങൾ അവരെ രാഷ്ട്രീയമായി പരിപക്വപ്പെടുത്തും. കാലം വളരെ മുൻപിലേക്ക് പോയി. രാജ്യത്ത് ഇടതുപക്ഷ ഐക്യം കൂടുതൽ ശക്തമായി. CPM CPI ഐക്യം അഭൂതപൂർവമായ വിധം പ്രായോഗികമായി. സഖാവ് ബിനോയ് വിശ്വം MLA ആയി, മന്ത്രിയായി, ഈ അടുത്ത കാലത്ത് രാജ്യസഭാംഗമായി.
ബഹുമാന്യനായ സഖാവ് കാനം രാജേന്ദ്രൻ നിര്യാതനായതിനെ തുടർന്ന് CPI സംസ്ഥാന സെക്രട്ടറിയുമായി. കേരളത്തിലെ ജനങ്ങളെ നയിക്കുന്ന LDFിൻ്റെ ഏറ്റവും പ്രമുഖ നേതാക്കൾ ഒരാളാണിപ്പോൾ. ഇടതുപക്ഷത്തെ ഓരോരുത്തരും ബഹുമാനിക്കുന്ന വലിയ നേതാവ്. എന്നാൽ ആ പഴയ AISF നേതാവിൻ്റെ ഉള്ളിൽ കിടക്കുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് സഖാവ് ബിനോയ് വിശ്വത്തിൻ്റെ SFIക്കെതിരായ പ്രസ്താവന കാണുന്നവർക്ക് തോന്നിയാൽ അതിൻ്റെ ഉത്തരവാദിത്വം ആരാണ് ഏറ്റെടുക്കേണ്ടത്? ആർക്കാണ് സഖാവെ ഒരു തെറ്റും പറ്റാത്തവരായുള്ളത്? വലിയൊരു പ്രസ്ഥാനം, അതും കമ്മ്യൂണിസ്റ്റ് രീതിയിൽ പിശകുകൾ തിരുത്തുന്ന രീതി സഖാവ് ബിനോയ് വിശ്വത്തിന് അറിയാത്തതാണോ? ലോക നിലവാരത്തിൽ കമ്മ്യൂണിസം പഠിക്കാൻ അവസരം ലഭിച്ച സഖാവല്ലേ? ഇടതുപക്ഷത്തിൻ്റെ ജീവൻ മുഴുവൻ ഊറ്റിയെടുക്കുന്നതുവരെ വിശ്രമമില്ല എന്ന് പ്രതിജ്ഞ ചെയ്തിരിക്കുന്ന തീവ്ര വലതുപക്ഷ മാധ്യമങ്ങളെ ഉപയോഗിച്ചാണോ തെറ്റുകൾ തിരുത്താൻ കമ്മ്യൂണിസ്റ്റുകാർ മുതിരേണ്ടത്? നമ്മുടെ ഒരു ചെറുചലനം പോലും പൊതുവായി ഇടതുപക്ഷത്തെ തകർക്കാനുള്ള ആയുധമാക്കുകയാണ് ഇവിടുത്തെ വലതുപക്ഷം എന്നത് സഖാവിന് അറിയാത്തതാണോ? SFI മാത്രമല്ല, ഇടതുപക്ഷത്തുള്ള ചെറുതോ വലുതോ ആയ ഒരു പ്രസ്ഥാനത്തിനും അതിലെ ഒരു സഖാവിനും തെറ്റുകൾ സംഭവിക്കരുത്. എന്നാൽ നമ്മളൊക്കെ ആത്യന്തികമായി മനുഷ്യരല്ലേ സഖാവേ? തെറ്റുകൾ സംഭവിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് സംഘടനാ രീതിയിൽ തിരുത്താനല്ലേ നാം പഠിച്ചിരിക്കുന്നത്? SFI കേരളീയ സമൂഹത്തിൽ എത്ര വലിയ ത്യാഗങ്ങൾ സഹിച്ചു വളർന്ന വിദ്യാർത്ഥി പ്രസ്ഥാനമാണ്. ഒരു പ്രസ്ഥാനവും അതിൽ അണിനിരക്കുന്നവരുടെ മാത്രം നേട്ടത്തിനല്ല, സമൂഹത്തിൻ്റെ ആകെ നന്മയ്ക്കായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പോഴും കേരളത്തിലെ കോളേജ് ക്യാമ്പസുകൾ ഉത്തരേന്ത്യയിലെ പോലെ മതജാതി വർഗീയ വിഭജനത്തിലെത്താതെ സംരക്ഷിച്ച് നിർത്തുന്നതിൽ SFI നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഒട്ടും ചെറുതല്ലാത്ത പങ്ക് അന്ധമായ ഇടതുവിരുദ്ധർക്ക് മാത്രമേ നിഷേധിക്കാനാവൂ. അക്കൂട്ടത്തിൽ CPI സംസ്ഥാന സെക്രട്ടറി ഒരിക്കലും ഉണ്ടാവില്ലല്ലോ. SFI എന്ന ഒറ്റ കാരണത്താൽ കുരുന്നുപ്രായത്തിൽ ജീവൻ നൽകേണ്ടി വന്നവർ എത്രയാണെന്ന് സഖാവിനറിയാമോ? അത്തരത്തിൽ കൊല്ലപ്പെട്ട ഏതെങ്കിലും ഒരു സഖാവിൻ്റെ മൃതദേഹത്തിൽ ഒരു തുള്ളി കണ്ണീരും ഒരു പിടി ചോരപ്പൂക്കളുമായി എത്തിയിട്ടുള്ളവർക്കല്ലേ അതറിയൂ.